ഒരു ഓട്ടോ ഡ്രൈവർ നൽകിയ മൊഴി അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. നോക്കൂ നിഖിൽ, ഇപ്പം കേരളത്തിൽ തന്നെ പലയിടങ്ങളിലായിട്ട് പോലീസ് അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ അർജുനായെങ്കിൽ പിടിയിലാകുന്ന സമയത്ത്, കണ്ണൂരിൽ നിന്ന് പിടിയിലാകുന്ന സമയത്ത് പോലും പത്തനംതിട്ടയിലും കോഴിക്കോടും തൃശ്ശൂരും എറണാകുളത്തും ഒക്കെയും പോലീസിന്റെ തിരച്ചിൽ നടന്നു വരികയായിരുന്നു, പരിശോധനകൾ നടന്നു വരികയായിരുന്നു. ഇപ്പൊ ഇയാൾക്ക് ആര് സഹായം കൊടുത്തു? ഇയാൾ എങ്ങനെയാണ് ഈ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഈ കടന്നു കളഞ്ഞത് തുടങ്ങിയത്? ഒരു വളരെ സുപ്രധാനമായ ഒരു ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യത്തിന് വേണം ഉത്തരമാകേണ്ടത്. പക്ഷെ അതിനു മുൻപ് നിഖിൽ പറഞ്ഞു തുടങ്ങിയത് നമുക്ക് പൂർത്തിയാക്കാം. എങ്ങനെയാണ് പോലീസ് ഇയാളിലേക്ക് എത്തിയത്? ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് പുലർച്ചയോടുകൂടി അർജുനായെങ്കിൽ പോലീസ് തൂക്കുന്നത് എങ്ങനെയായിരുന്നു? ഏതായാലും സേതു, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ തൂക്കി അർജുനായെങ്കിൽ, പ്രത്യേകിച്ച് സേതു ഈ പറഞ്ഞ സാഹചര്യം തന്നെ പറഞ്ഞു പോകേണ്ടി വരും. കാരണം കണ്ണൂരിൽ നിന്ന് അർജുനായെങ്കിൽ പിടിയിലാകുന്ന ഈ 2:15 2:30 ഇടയിലുള്ള സമയത്ത് പോലും സംസ്ഥാനത്തെ മറ്റെല്ലാ ജില്ലകളിലും ഇതേ തരത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും അർജുനായെങ്കിൽ പിടിയിലായ വഴിയിലേക്ക് വന്നാൽ അർജുനായെങ്കിൽ തളിപ്പറമ്പിലെ ഒരു ലോഡ്ജിലുണ്ട്. അതൊരു ബാറിനോട് ചേർന്ന ലോഡ്ജാണ്. ആ ലോഡ്ജിലുണ്ട് എന്ന വിവരം ലഭിക്കുന്നത് പോലീസിന് ലഭിക്കുന്നുണ്ട് ഇന്നലെ. അതനുസരിച്ച് പോലീസ് അവിടേക്ക് എത്തുന്നു എന്ന വിവരം കൃത്യമായി അർജുനായെങ്കിൽക്ക് ലഭിച്ചു. ഈ വിവരം ലഭിച്ചതിന്റെ തൊട്ട് പിന്നാലെ അർജുനായെങ്കിൽ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. ആ തളിപ്പറമ്പിലെ ലോഡ്ജിൽ നിന്ന് മുങ്ങി അർജുനായെങ്കിൽ പയ്യന്നൂർ ഭാഗത്തേക്കാണ് പോയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പയ്യന്നൂർ ഭാഗത്തേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്നു. ഈ ഓട്ടോറിക്ഷയിൽ പോകുന്നതിനിടയിൽ തന്നെ ഈ അർജുനായെങ്കിൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. കാരണം നമുക്കറിയാം, ഒരാഴ്ചയായി പോലീസിനെ പല വിധത്തിൽ പറഞ്ഞ് കബളിപ്പിച്ച് പോവുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു തരത്തിലും പിടികൊടുക്കില്ല എന്ന വാശിയിൽ ഇയാൾ ഫോൺ ഉപയോഗിക്കാതെ തന്നെയാണ് മുന്നോട്ട് പോയത്. അങ്ങനെ ഈ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ വാങ്ങിയാണ് ഇയാൾ സുഹൃത്തിനെ വിളിച്ചത്. കാറുമായി വരാൻ പറഞ്ഞുകൊണ്ട് സുഹൃത്തിനെ വിളിച്ചത് ഓട്ടോ ഡ്രൈവറുടെ ഫോണിൽ നിന്നാണ് എന്നുള്ളതാണ്. എത്ര വലിയ ബുദ്ധിമാനായാലും ഒരു ബുദ്ധിമോശം കാണിക്കും എന്നത് അവിടെ അർജുനായെങ്കിക്ക് പിഴച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ബുദ്ധിമോശത്തിൽ നിന്നാണ് ഒരുപക്ഷെ അർജുനായെങ്കിൽ ഇന്നലെ പുലർച്ചെ ഈ 2:20 ഇന്ന് പിടിയിലാകുന്നത് വരെ കാര്യങ്ങൾ എത്തിയത് എന്ന് വേണം പറയാൻ. ഈ ഓട്ടോ ഡ്രൈവർക്ക് സ്വാഭാവികമായും അർജുനായെങ്കിയെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കണ്ണൂർക്കാരൻ എന്നല്ല, കേരളത്തിലെവിടെയും ഈ സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ രീതിയിൽ ഈ പ്രചരിപ്പിക്കപ്പെട്ട ഒരു മുഖം എന്ന രീതിയിൽ അർജുനായെങ്കിയെ തിരിച്ചറിയാതിരിക്കാൻ വഴിയില്ല. അങ്ങനെ അർജുനെ തിരിച്ചറിയുന്നു, പോലീസിനെ വിവരമറിയിക്കുന്നു. പോലീസ് പിന്നാലെ ഉണ്ട് എന്ന് അർജുനായെങ്കിക്ക് മനസ്സിലാവുന്നു. പക്ഷേ അവിടെ നിന്നും ഇയാൾ ഈ കാറിൽ പോലീസിനെ കബളിപ്പിച്ച് കണ്ണൂരിലേക്ക് എത്തുകയായിരുന്നു. ഇയാൾ ടോൾ പ്ലാസ കടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തിപ്പം ഈ അർജുനായെങ്കിൽ അറസ്റ്റിലാകുന്നതിന് മുൻപ് തന്നെ ഇയാളുടെ സഹോദരനും ഒരു സഹായിയും ഒക്കെ പോലീസിന്റെ കസ്റ്റഡിയിൽ വന്നിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണല്ലോ പോലീസ് പിന്നീട് ഇയാൾ ഈ ടോൾ പ്ലാസ കടക്കുന്ന കാര്യം അറിയുന്നതും ആ വാഹനം കോഴിക്കോട് ലക്ഷ്യമാക്കി പോകുന്നുവെന്ന് മനസ്സിലാക്കിയതും പിന്നീട് ഇയാൾ എടപ്പാളിൽ ചായ കുടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതുമൊക്കെ അതിൻ്റെയും കൂടെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ. അപ്പം പോലീസ് ആ സമയത്ത് തന്നെ ഏറെക്കുറെയൊക്കെ ഉറപ്പിച്ചിരുന്നോ ഇയാൾ കണ്ണൂർ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുമെന്ന്? സേതു, ഈ ദീപ്തി എന്ന് പറയുന്ന യുവതി കസ്റ്റഡിയിലാവുന്നതോടുകൂടിയാണ് അർജുനായെങ്കിൽ കണ്ണൂരിലേക്ക് തന്നെ എത്തി എന്ന കാര്യത്തിൽ പോലീസ് ഏകദേശം ഉറപ്പുവരുത്തുന്നത്. അത് വ്യക്തമാകുന്നത് ഈ പുതിയൊരു പനങ്കാവിലുള്ള സ്ഥലത്ത് നിന്ന് ഈ അർജുൻ ടോൾ പ്ലാസ കടന്നു വന്ന ആ കാറ്, ആ KL2 രജിസ്ട്രേഷനിലുള്ള നെക്സോൺ കാറ് കസ്റ്റഡിയിലെടുക്കുന്നതോടുകൂടിയാണ്. ആ കാറ് പനങ്കാവിലെ ഈ ദീപ്തി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് അർജുനായെങ്കിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട് ഇയാൾ കണ്ണൂർ ജില്ലയിലുണ്ട് എന്ന്. കണ്ണൂർ ജില്ലയിൽ അർജുനായെങ്കിൽ ഉണ്ട് കഴിഞ്ഞ 2 ദിവസമായി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും പിന്നീട് കണ്ണൂർ പോലീസ് ചിന്തിക്കുക ഇയാൾ ഇവിടെ തന്നെ ഉണ്ടാവും, ഇനി പോവില്ല എന്നാണ്. കാരണം കണ്ണൂരിൽ അത്രയധികം ഒളിയിടങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളയാളാണ് അർജുനായെങ്കിൽ. അയാൾക്ക് മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും സുരക്ഷിതമായി ഒളിവിൽ കഴിയാൻ കണ്ണൂരിൽ അതിനു മാത്രം ബന്ധങ്ങൾ അയാൾക്കുണ്ട്. ആ ബന്ധങ്ങൾ അയാൾ ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് തന്നെ പോലീസ് ഒറ്റ കാര്യമേ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ ഇടയുള്ളൂ, കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇനി ഇയാൾ മറ്റൊരിടത്തേക്ക് പോവാതിരിക്കുക. കണ്ണൂർ ജില്ലയ്ക്കകത്ത് എവിടെയായാലും അത് തങ്ങളുടെ റഡാറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഇയാൾ പുറത്തേക്ക് പോകരുത് എന്ന ഒറ്റൊരു കാര്യമായിരിക്കും പോലീസിന് മുന്നിൽ ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ ഇയാൾ ഉണ്ട് എന്ന് പൂർണ്ണമായി 100% ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പിന്നീട് അത് എവിടെ എന്ന കാര്യത്തിലേക്ക് അന്വേഷണം പോകുന്നത്. ആ അന്വേഷണമാണ് തളിപ്പറമ്പിലെ ഈ ലോഡ്ജിലേക്ക് എത്തുന്നത്. പക്ഷേ
എങ്ങനെയെന്നറിയില്ല, തളിപ്പറമ്പിലെ ലോഡ്ജിൽ ആയങ്കിയുണ്ടെന്നറിയുന്ന പോലീസ് അറിഞ്ഞെന്നും പോലീസ് അങ്ങോട്ട് വരുന്നെന്നും കൃത്യമായി അർജുൻ ആയങ്കിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല അർജുൻ ആയങ്കിയുടെ ചരിത്രം പരിശോധിച്ചാൽ. അങ്ങനെ പോലീസ് വരുന്നു എന്ന് അറിഞ്ഞതോടുകൂടി അർജുൻ ആയങ്കി അവിടെ നിന്ന് മുങ്ങുകയാണ്. അവിടെ നിന്ന് മുങ്ങിപ്പോകുന്നത് പയ്യന്നൂർ ഭാഗത്തേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത്, രാവിലെ നമ്മൾ പറഞ്ഞ കാര്യം അതാണ്. പെരിങ്ങം എന്ന് പറയുന്ന മേഖല അർജുൻ ആയങ്കിക്ക് വലിയ സ്വാധീനമുള്ള ബന്ധങ്ങളുള്ള മേഖലയാണ്. അങ്ങോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ്. അങ്ങനെയാണ് പയ്യന്നൂർ ഭാഗത്തേക്ക് ഇയാൾ പോകുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ അബദ്ധം അവിടെ അർജുൻ ആയങ്കി കാണിക്കുന്നു. അത് ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നു. ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഫോൺ ഉപയോഗിച്ച് തന്റെ സുഹൃത്തിനെ വിളിച്ച് കാറുമായി വരാൻ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ കാറുമായി വരാൻ ആവശ്യപ്പെട്ട വിവരം, അല്ലെങ്കിൽ അർജുൻ ആയങ്കി തന്റെ ഓട്ടോയിൽ കയറി ഫോൺ ചെയ്ത വിവരമൊക്കെ പോലീസിനെ ഓട്ടോ ഡ്രൈവർ അറിയിക്കുന്നു. അതോടുകൂടി നിഖിൽ, ശരി, അങ്ങനെ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞ അർജുൻ ആയങ്കി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇപ്പോൾ ടൗൺ സ്റ്റേഷനിൽ നിന്ന് അയാളെ സൈബർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘം കൂടി അവിടേക്ക് എത്തും. പിന്നീട് ഇയാളെ എറണാകുളത്തേക്ക് കൊണ്ടുവരും. പിന്നെയുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഇവിടെയാകും ഉണ്ടാവുക.